സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമായ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കൽപ്പറ്റയിൽ തിരിതെളിയും. പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം രാവിലെ 10:30 മുതൽ 12:30 വരെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 വ്യക്തികളുമായി മുഖ്യമന്ത്രി നേരിൽ സംവദിക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇന്നത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെ? വിവരങ്ങൾ സുർജിത്ത്. റിജിത്ത്, ഇന്ന് രാവിലെ മുതൽ തന്നെ പരിപാടി തുടങ്ങും. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പ്രദർശന മേള നടക്കുന്ന കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഇന്ന് രാവിലെ 10:30 മുതലാണ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ, അതായത് ഇതിനടുത്തുള്ള ഓഡിറ്റോറിയം തന്നെയാണ്. ഇവിടെയാണ് വിവിധ മേഖലയിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അത് 1 മണിക്കൂർ നീണ്ട പരിപാടിയാണ്. 500ഓളം പേരെ മുഖ്യമന്ത്രി നേരിട്ട് കാണും. നേരിട്ട് കണ്ട ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വയനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളുവിൻ്റെ അധ്യക്ഷതയിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് ഈ പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് ഭൂരഹിതരായ 123 ആദിവാസി കുടുംബങ്ങൾക്ക്, പട്ടികവർഗ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കുന്നുണ്ട്. ഇത് പ്രധാനമായും അമ്പലവയൽ, അതോടൊപ്പം തന്നെ മേപ്പാടി, മുട്ടിൽ പഞ്ചായത്തുകളിലെ പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത്. എന്തായാലും ഈ പ്രദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ നിർവഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന വിധത്തിലുള്ള വിവിധ സ്റ്റാളുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഈ മേളയുടെ ഭാഗമായി മേള ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. അത് മന്ത്രി OR കേളുവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. 2500ഓളം ചതുരശ്ര അടിയിലാണ് വലിയ രീതിയിലുള്ളൊരു തീം പവലിയൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പ്രദർശന മേളയാണ് നടക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്തിയാൽ ഉടൻ തന്നെ ആ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇന്ന് LDFന്റെ ഒരു പൊതുസമ്മേളനമുണ്ട്, അതിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.